അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് വെരി ഗുഡ് മുഹമ്മദ് സയാൻ, വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഓ എന്ന അക്ഷരം അല്ലെ, സ്വരാക്ഷരങ്ങളിലെ ഓ എന്ന അക്ഷരം വെച്ച് കുറച്ച് പദങ്ങൾ പഠിച്ചു അല്ലെ. പറ്റില്ല നമ്മള് എന്തൊക്കെയായിരുന്നു? ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ്. All of you mark the attendance now. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചു? ഓ എന്ന അക്ഷരം പഠിച്ചു. അതിനോട് എന്ത് പഠിച്ചു? അതിന് ആ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പദങ്ങൾ പഠിച്ചു. എന്തൊക്കെയാ? ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ് അല്ലേ? നമ്മൾ പറഞ്ഞു ഒട്ടകം മരുഭൂമിയിലാണ് കാണപ്പെടുന്നത്. മരുഭൂമിയിലെ ഒച്ചിഴഞ്ഞിഴഞ്ഞാണ് സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ്, ഒട്ടകപ്പക്ഷി പറക്കാൻ പറ്റാത്ത പക്ഷിയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? നെക്സ്റ്റ് പേജ് എന്താണ്? പേജ് നമ്പർ 22. എല്ലാവരും പേജ് നമ്പർ 22. ഓക്കെ, ശ്രദ്ധിച്ചേ മക്കൾ. അതിലേക്ക് എന്താണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്? ഓ ഔ അല്ലേ? എന്താണ് അവിടെ ഫസ്റ്റ് ഉള്ളത്? ഓ ഔ. കണ്ടോ? all of you listen. ഓ ഔ. എന്താ പറയാ? ഓ ഔ അല്ലേ? രണ്ട് അക്ഷരങ്ങളാണ്. അത് വെച്ച് കുറച്ച് പദം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ മക്കളെ? അത് ഫസ്റ്റ് കാണുന്ന എന്താണ്? ഓല. 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 അപ്പൊ ഓല ഏത് കളറിലാണ്? ഏതാ കളർ? അത് ഗ്രീൻ കളർ. വെരി ഗുഡ്, ഗ്രീൻ കളർ. നെക്സ്റ്റ് വൺ എന്താണ്? ഓട്. നെക്സ്റ്റ് വൺ എന്താണ്? അല്ലേ? ഓട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓട്? എവിടെയാ കണ്ടേ? എവിടെയാ കണ്ടത് ആഫിയ? വീടിന്റെ മുകളിൽ ഉണ്ടാവും അല്ലേ ഓട്? ഓട് മേഞ്ഞ വീടുണ്ടാവും അല്ലേ? അപ്പൊ ഓട്. നെക്സ്റ്റ് ഔഷധം. എന്താ ഈ ഔഷധം? ഔഷധം ആർക്കറിയാം? ഔഷധം. വെരി ഗുഡ് സയാൻ. സയാൻ പറഞ്ഞിട്ടുണ്ട് മരുന്ന് അല്ലേ? ആ ഇവിടെ റിഹാനും പറയുന്നുണ്ടായിരുന്നു ഔഷധം, മരുന്ന്, മെഡിസിൻ ആണല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഓണം. ഓണം. അടുത്ത എന്താ? ഓണം. ഓണം അല്ലേ ഇപ്പൊ കഴിഞ്ഞത്? ആ എന്താ ഈ ഓണം എപ്പോഴാ ആഘോഷിക്കുന്നേ? ചിങ്ങമാസത്തിലാണല്ലേ ഓണം ആഘോഷിക്കുന്നത്? ഓക്കെ. ഓണത്തിന് ആരാ നമ്മുടെ നാട് കാണാൻ വരുന്നത് പറഞ്ഞേ? പ്രജകളെയൊക്കെ കാണാൻ ആരാ വരുന്നത്? തന്റെ പ്രജകളെ കാണാൻ ആരാ വരുന്നേ? ഗായത്രി. മാവേലി അല്ലേ? നിങ്ങളുടെ എല്ലാരും വീട്ടിൽ വന്നോ മഹാബലി? ഇല്ലേ? അയ്യോ, നിങ്ങൾ ഉറങ്ങിപ്പോയി കാണും മഹാബലി വരുന്ന സമയത്ത്. എല്ലാവരുടെയും വീട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇനി എന്ത് ചെയ്യുക? അടുത്ത നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുക? മക്കൾ ഉറങ്ങാതെ കാത്തിരിക്കും കേട്ടോ തിരുവോണത്തിന് മഹാബലിനെ ഇങ്ങനെ കാണാൻ വേണ്ടി. മഹാബലി എല്ലാ വീടുകളിലും കേറിയിട്ട് എത്തുമ്പോ കുറെ ലേറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് നിങ്ങള് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. രാത്രി വാതിലൊക്കെ അടച്ച് ഉറങ്ങിപ്പോയി അല്ലേ? അതായിരിക്കും സംഭവിച്ചത്. അപ്പൊ ഓണത്തിന് തന്റെ പ്രജകളെ കാണാൻ വേണ്ടി ആര്? മഹാബലി വരും അല്ലേ? അപ്പോ ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് അല്ലേ? എന്നാ തിരുവാതിരയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തിരുവാതിര? തിരുവാതിരക്കളി കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? തിരുവാതിര കണ്ടിട്ടേ ഇല്ല നിങ്ങള്? ഇല്ലേ ഹർഷാലേ? റിസ്വാൻ, റിഹാൻ കണ്ടിട്ടുണ്ടല്ലേ? വെരി ഗുഡ് റിഹാൻ അല്ലേ? കുറെ പേരിങ്ങനെ വട്ടത്തിൽ നിന്ന് നടുക്ക് വിളക്കൊക്കെ വെച്ച് നിലവിളക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങള്? യെസ് ഓർ നോ? ആ റിഷാൻ കണ്ടിട്ടുണ്ടല്ലേ? റിഷാനെ
അപ്പൊ നിലവിളക്കൊക്കെ വെച്ച് സെറ്റുമുണ്ടല്ലോ ഉടുത്ത് കുറേ ആളുകൾ കൂടി ഇങ്ങനെ കളിക്കുന്നതാണ് എന്ത് തിരുവാതിര കളി അല്ലേ. ധനുമാസത്തിലാണ് പ്രധാനമായും തിരുവാതിര കളിക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല, അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിലൊക്കെ തിരുവാതിര കളി ഉണ്ടാകാറുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ അപ്പൊ നമ്മള് ഓല, ഓട്, ഓണം, നെക്സ്റ്റ് ഓണം പറഞ്ഞു നമ്മള്. നെക്സ്റ്റ് ഓമന. ഓമന എന്ന് പറഞ്ഞൊരു പേരാണ് അല്ലേ. ഓമനിക്കാറും ഉണ്ടല്ലേ നിങ്ങളെ. ഓക്കെ, അപ്പൊ ഓമന. ലാസ്റ്റ് ഔഷധം എന്നുള്ളത് എന്താണുള്ളത്? ഔഷധം. ഓൾ ഓഫ് യു ലിസൺ, ഇവിടെ ശ്രദ്ധിക്കണേ എല്ലാവരും. ഔഷധം പറഞ്ഞേറക്കെ. മിസ് വായിക്കുന്നൊന്ന് തൊട്ട് കാണിച്ചു തന്നെ എല്ലാവരും. തൊട്ട് വായിച്ചേതാ ഇവിടെ? ഓല, ഓട്, ഓണം, ഓമന. നെക്സ്റ്റ് ഔഷധം. ഔഷധം എന്താ ഔഷധം? നിങ്ങൾ എല്ലാരും കഴിച്ചിട്ടുണ്ടോ ഔഷധം? മരുന്ന് കഴിക്കാറില്ലേ പനിയൊക്കെ വരുമ്പോ? യെസ് അല്ലേ, കഴിക്കാറ്. അപ്പൊ നമ്മൾ ഇത്രയാണ് ഇന്ന് പഠിച്ചത്. എന്ത്? ഓണം, ഓല, ഓട്, ഓമന. അവസാനം എന്താ ചോദിക്കുന്നേ? ഓണം പോലെയാണോ തിരുവാതിര അല്ലേ. ഓണത്തെ കുറിച്ച് നിങ്ങൾക്ക് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോ തിരുവാതിര കളിയെ കുറിച്ചും പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ഒരു പേജിലുള്ളത് അല്ലേ. 22, പേജ് നമ്പർ 22ലാണ് ഇപ്പൊ മിസ് വായിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. എല്ലാ മക്കളും ഉറക്കെ മിസ്സിന്റെ കൂടെ വായിക്കണം. ഓക്കെ, ഓല, ഓട്, ഓണം. സൗണ്ട് ഇല്ലല്ലോ ആർക്കും. ഓണം. ഉറക്കെ വായിച്ചേ. ഓണം, ഓമന. നെക്സ്റ്റ് ഔഷധം. ഔഷധം. ഓക്കെ, ജാനകി മനു ഇവിടെ ശ്രദ്ധിച്ചേ. ഓല, ഓട്, ഓണം, ഓമന. ഓണം പോലെയാണോ തിരുവാതിര? ഔഷധം. ഓക്കെ, എല്ലാരും വായിക്കാൻ പഠിച്ചോ? അപ്പൊ നമ്മള് ഓല ഏത് എവിടെ ഉണ്ടാവും ഓല? ഈ ഓല തെങ്ങിനാണോ? എന്നാ തെങ്ങ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കോക്കനട്ട് ട്രീ. ഓക്കെ, തെങ്ങ് കണ്ടിട്ടുണ്ടോ? തെങ്ങിന് എന്താണ് കിട്ടുമോ നമുക്ക്? എന്താണ് ഇഷാന്? അൺമ്യൂട്ട് ചെയ്തേ പ്ലീസ്. അൺമ്യൂട്ട് ആൻഡ് സേ. എന്താ കിട്ടുക തെങ്ങിന്? തേങ്ങ അല്ലേ. എന്തിനൊക്കെയാ തേങ്ങ ഉപയോഗിക്കാറ് ജാനകി? തേങ്ങ എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മള്? അരച്ചുപയോഗിക്കും. പിന്നെന്തോ വെളിച്ചെണ്ണ ഉണ്ടാക്കും അല്ലേ. പിന്നെയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. തേങ്ങയുടെ ഉപയോഗിക്കാറുണ്ട്, ഇരട്ട ഉപയോഗിക്കാറുണ്ട്, തെങ്ങിന്റെ ഓല നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. തെങ്ങ് കൽപ്പവൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. കൽപ്പവൃക്ഷം. ഓക്കെ, ആഗ്രഹങ്ങൾ നിവർത്തിച്ചേരുന്ന വൃക്ഷമാണ് ഏത്? കൽപ്പവൃക്ഷം. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിച്ചേരുന്ന അർത്ഥം അല്ലേ. അപ്പൊ തെങ്ങിനെ എന്താണ് അറിയപ്പെടുന്നത്? കൽപ്പവൃക്ഷം. കൽപ്പവൃക്ഷം. ഓക്കെ, നെക്സ്റ്റ് എന്താ അതിൽ പറഞ്ഞ? അപ്പൊ ആ തെങ്ങിന്റെയാണ് എന്ത്? ഓല. അടുത്തത് ഓട്. അടുത്തത് ഔഷധം. പിക്ചറിൽ കാണുന്നത് അല്ലേ. അപ്പൊ ഓണം, ഓമന. ഓണം പോലെയാണോ തിരുവാതിര അല്ലേ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ആ ഒരു പേജിലുള്ളത് അല്ലേ. മക്കളെല്ലാവരും വായിക്കണം നല്ലതുപോലെ. വായിക്കില്ലേ?
അപ്പൊ ആരാ ഇന്നൊന്ന് വായിക്കുന്നില്ല? നവോമി ഒന്ന് വായിച്ചേ. നവോമി പുസ്തകം കിട്ടിയോ നവോമി? ഇല്ലേ? ഇല്ല. എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയോ? വായിച്ചേ, മിസ് വായിക്കാ. ഓല, ഓല, ഓട്, ഓട്, ഔഷധം, ഔഷധം, ഓണം, ഓരം, ഓമന. അമന. ഓണം പോലെയാണോ തിരുവാതിര? ഓണം പോലെയാണോ? ഓണം പോലെയാണോ തിരുവാതിര? വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ വായിച്ചേ. ഫാത്തിമ ഉറക്കെ. ഫാത്തിമ പ്ലീസ് അൺമ്യൂട്ട്. ഫാത്തിമ കുട്ടി. ഓ ഓ ഓ ഔ ഔ. ഗുഡ് ഗേൾ അല്ലേ ഫാത്തിമ? മിസ് പറയണം പോലും. ഓല, ഓല. നെക്സ്റ്റ് ഓട്, ഓട്. സ്റ്റക്കായോ ഫാത്തിമ? ഓല, ഓട്. വായിക്കോ. ഔഷധം, ഔഷധം. ഫാത്തിമ കുട്ടി. ഫാത്തിമ സ്റ്റക്കായി. നെക്സ്റ്റ് റിസ്വാൻ വായിച്ചേ. റിസ്വാനെ. ഓട്, ഓണം, ഓമന, ഔ. ഔല്ലേ ഒരു ഔഷധം. ഔഷധം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് സയാൻ. ഓല, ഓട്, ഔഷധം, ഓണ, ഓമന. ഓണം പോലെയാണ് തിരുവാതിര. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഗായത്രി അനീഷ്. ഓല, ഓട്, ഔഷധം, ഓണം, ഓമന. ഓണം പോലെയാണോ തിരുവാതിര? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആഫിയ. ഓട്, ഔഷധം, ഓണം, തിരുവാതിര, ഓമന. ഓണം പോലെയാണ് തിരുവാതിര. ഓക്കെ, വെരി ഗുഡ്. ഹർഷാൽ. അടുത്ത ഹർഷാൽ. ഓല, ഓട്, ഓണം, ഓമന. ഓണം പോലെയാണ് തിരുവാതിര. ഔഷധം. വെരി ഗുഡ്. നെക്സ്റ്റ് ധൻദേവ്. ഓല, ഓട്, ഓണം, ഓമന, ഔഷധം. ഓക്കെ, വെരി ഗുഡ്. ഓണം പോലെ തിരുവാതിര. മുഹമ്മദ് റിഹാൻ.
ആ ഓണ ആ ഓമന ആ ഔഷധം ഉം. ഓണപ്പോലെയാണ് തിരുവാതിര. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ജാനകി മനു. സോറി പറഞ്ഞു കൊടുക്ക. ലോല ഓല ഉണ്ട് ഓട് ഓണം ഉം, ഓമന ഉം. ഓണം പോലെയാണ് തിരുവാതിര. ഔ ഇതെന്താ പറ. ഔഷധം ഔഷധം. വെരി ഗുഡ്. നെക്സ്റ്റ് മാനവ് ഷിജു. മാനവേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആ ഓല ഉം, ഓട് ഉം, ഓണം ഉം. ഓമന. ഓമന ഉം. ഔഷധം. ഔഷധം ഉം. ഓണം പോലെ യാണോ ആണ് തിരുവാതിര. തിരുവാതിര. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാര. നിഹാര കുട്ടി വേഗം വായിച്ചേ. ഓട് ഉം, ഔഷധം ഉം, ഓണം ഉം, ഓമല ഉം. ഓണം പോലെയാണ് തിരുവാതിര. വെരി ഗുഡ്. നെക്സ്റ്റ് നിഹാൽ. പറ. നിഹാലെ ഓല ആ ഉം, ഓട് ഉം, ഔഷധം ഉം, ഓണം ഉം. ഓണം പോലെ ഓമന ഓക്കെ, വെരി ഓണം പോലെയാണ് തിരുവാതിര. വെരി ഗുഡ്. നെക്സ്റ്റ് മർവാൻ. ഓണം അല്ല ഉം, ഓല ഓട് ഉം, ഓണം ഓമന ഉം. ഔഷധം ഓക്കെ, വെരി ഗുഡ്. ഓണം പോലെയാണ് തിരുവാതിര. ഓക്കെ, വെരി ഗുഡ്. ഋഷിദേവ്. ഓല ഓട് ഉം. ഓണം ഓമന. ഔഷധം ഉം. ഓണം പോലെയാണ് തിരുവാതിര. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷിത. ഓല ഓട് ഓട്. ആ ഓണം ഉം, ഓമന ഔഷധം ഉം. ഓണം പോലെയാണ് തിരുവാതിര. വെരി ഗുഡ്. നെക്സ്റ്റ് റിഷാൻ. ഓല ആ ആ ഉം. ഓണം. ഔഷധം ഔഷധം. ഓണം ആ ഉം. ഓണം പോലെയാണ് തിരുവാതിര. ഓക്കെ, വെരി ഗുഡ്. എല്ലാ മക്കളും വായിച്ചില്ലേ ഇപ്പോ? ഓക്കെ. അപ്പൊ നമ്മള് കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും മറന്നുപോയോ അത്? ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളെ ഓർമ്മിച്ചു വെക്കണേ, എല്ലാവരും പറയണേ.
ഇതേതാ അക്ഷരം? ആരാ ഹർഷാല? ഇതേതാ അക്ഷരം? നെക്സ്റ്റ് വൺ, ഇതേതാ അക്ഷരം? ഫാത്തിമായം. ഫാത്തിമ കുട്ടി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ വേഗം, അല്ലെങ്കിൽ ഞാൻ അടുത്ത ആളോട് ചോദിക്കുവേ. ഇതേതാ അക്ഷരം? നെക്സ്റ്റ് വൺ ഏതാ? അടുത്ത ആളോട് ചോദിക്കട്ടെ. റിസ്വാൻ. റിസ്വാൻ അടുത്ത പറഞ്ഞ. ഓക്കെ. നിഹാര അവിടെ ഇല്ലേ? നിഹാര, നിഹാലുണ്ടോ? നിഹാല് ഇതേതാ അക്ഷരം? നിഹാല് അൺമ്യൂട്ട് ചെയ്തിട്ട് പറടാ. ഇതേതാ നിഹാര? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇതേതാ? നെക്സ്റ്റ് ഇതേതാ മർവാൻ? അടുത്തത് നെക്സ്റ്റ് വൺ ഏതാ? ഓക്കെ. നെക്സ്റ്റ് ഏതാ? മാനവി. അടുത്തത് ഐ കഴിഞ്ഞ് നെക്സ്റ്റ് ഏതാ? അടുത്തത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരാണ് ഇത്. നെക്സ്റ്റ് വൺ ഏതാ നോക്കിയേ? ഓ എന്ന അക്ഷരവും ഔ എന്ന അക്ഷരവുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, അല്ലേ? ഓ ഔ, ഇത് രണ്ടും. ഓ ഔ. ഓക്കെ. ഇതിൽ കുറച്ച് ഈ അക്ഷരം പരിചയപ്പെട്ടു. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് പദങ്ങളും പഠിച്ചു. ഇല്ലേ? പഠിച്ചില്ലേ? ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. പഠിച്ചു എല്ലാവരും? അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യണ്ടേ? ഡേറ്റ് എടുത്തേ മക്കള്. നമ്മൾ എഴുതി പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ നോക്കണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച അക്ഷരങ്ങൾ നോക്കട്ടെ. എഴുതിയോ? എല്ലാവരും എഴുതുന്നുണ്ടോ? മിസ് പറയുന്ന വേർഡ്സ് ലെറ്റേഴ്സ് എഴുതണേ. ഓ, എല്ലാം എഴുതി അവിടെ വെച്ചിട്ടുണ്ടല്ലേ ആഫിയ? ഓക്കെ. ഫസ്റ്റ് മിസ് പറയുന്ന അക്ഷരം എഴുതണേ. നോക്കട്ടെ എത്ര പേര് പഠിച്ചു. എഴുതിയ എല്ലാവരും ഒന്ന്. ഇത് പറയാൻ മാത്രാണോ പഠിച്ചത്, അല്ല നിങ്ങൾക്ക് ഏതാണോ അക്ഷരം അറിയോ നോക്കട്ടെ. നിങ്ങൾ എഴുതിയേ നോക്കട്ടെ. വെരി ഗുഡ്. ഓക്കെ, എഴുതുന്നുണ്ടോ? എല്ലാവരും സ്ലേറ്റ് നല്ല വൃത്തി മായിച്ചിട്ട് അതിന് ശേഷം എഴുതിയല്ല തുടച്ച് കളഞ്ഞിട്ട് ഫസ്റ്റ് ലെറ്റർ മിസ് എന്താ പറഞ്ഞ? എന്നാ എഴുതിയ എല്ലാവരും? വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം അല്ലെ? എവിടെ ഗായത്രി? നീ എഴുതിയോ ഗായത്രി? മുഹമ്മദ് റിഹാൻ, വെരി ഗുഡ്. നിഹാര, വെരി ഗുഡ്. നിഹാൽ എഴുതിയോ? നിഹാൽ. നിഹാൽ, വെരി ഗുഡ്. നെക്സ്റ്റ് റിഷാൻ. മുഹമ്മദ് സയാൻ എഴുതിയിട്ടുണ്ട്. ധൻദേവ് എഴുതിയിട്ടുണ്ട്. ഇഷിത എഴുതിയിട്ടുണ്ട്. ഒറ്റക്ക് എഴുതുന്നല്ലേ എല്ലാ മക്കളും? നവോമി എഴുതുന്നുണ്ടോ മോളെ? മുഹമ്മദ് റിസ്വാൻ, ജാനകി മനു എഴുതിയോ? എവിടെ നോക്കട്ടെ? മുഹമ്മദ് മർവാൻ, ഋഷിദേവ്, ധൻദേവ്. ആഫി എഴുതിയിട്ടുണ്ട്. നീറ്റ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. അടുത്തത് സ. സ എഴുതിയ എല്ലാവരും ഒന്ന്. സ എത്ര പേര് നോക്കട്ടെ എഴുതുന്നുണ്ട്? കാണാതെ അറിയുന്ന എത്ര പേരുണ്ട് നോക്കട്ടെ. വെരി ഗുഡ് ധൻദേവ്. ആഫിയ, വെരി ഗുഡ്.
അടുത്ത ആരാ എഴുതിയ? ഹർഷാൽ എഴുതി, വെരി ഗുഡ്. ജാനകി മനു നാ എഴുതി. സ എഴുതി. അടുത്തത് സ, വെരി ഗുഡ്. വേഗം എഴുത്. ഇവിടെ മുഹമ്മദ് റിഹാൻ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. നിഹാര എഴുതി. നിഹാൽ എഴുതിയോ? നിഹാര ആരോ ഒരാൾ എഴുതി. നിഹാൽ എഴുതിയോ? അല്ല, നിഹാര എഴുതി. നിഹാൽ എഴുതിയില്ലല്ലോ മോനെ. വേർ ഇസ് യുവർ സ്ലേറ്റ്? ആ, വേഗം എഴുത്. റിഷാൻ എഴുതി. മുഹമ്മദ് സയാൻ എഴുതി, വെരി ഗുഡ്, വെരി ഗുഡ്. ഗായത്രി അനീഷ് എഴുതിയിട്ടുണ്ട്, സ. പിന്നെ ഋഷിദേവ് എഴുതി, മാനവ് എഴുതി, ഇഷിത എഴുതി, ആഫി എഴുതി. നവോമി, ഒരു സ്ലേറ്റ് എടുത്ത് എഴുതടാ കട്ടെ. ഒന്ന് കാണിച്ചു തന്നെ എനിക്ക് മിസ്സിന്. വെരി ഗുഡ്. എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പേപ്പറിലായതുകൊണ്ട് എനിക്ക് അത്ര വ്യക്തമല്ല. ഹർഷാൽ എഴുതിയോ? ഫാത്തിമ എം എഴുതി. മുഹമ്മദ് റിസ്വാൻ എഴുതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നല്ല മക്കളാണ്. നെക്സ്റ്റ് പറയട്ടെ മിസ്. പ, പശു എഴുതുന്ന പ എഴുതി നോക്കി എല്ലാവരും. അമ്മയുടെ ഹെൽപ്പ് ഒന്നും വേണ്ട കേട്ടോ, ഒറ്റക്ക് എഴുതണേ മക്കള്. പ ഏതാണ്? പായെല്ലാം പഠിച്ചു. ഏതാണ് പാന്ന് അറിയണ്ടേ? വെരി ഗുഡ് ആഫിയ. ധൻദേവ് വെരി ഗുഡ്. റിഹാൻ വെരി ഗുഡ്. ഗായത്രി വെരി ഗുഡ്. ജാനകി മനു വെരി ഗുഡ്. ഋഷിദേവ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് റിസ്വാൻ വെരി ഗുഡ്. ഫാത്തിമ എം വെരി ഗുഡ്. ഹർഷാൻ വെരി ഗുഡ്. മാനവ് ഷൈജു വെരി ഗുഡ്. ഇഷിത വെരി ഗുഡ്. എല്ലാരും പഠിച്ചിട്ടുണ്ട്, നല്ല മക്കളാണല്ലേ. നവോമി പഠിച്ചിട്ടുണ്ട്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. അടുത്തത് ഒന്നുകൂടി. മ, കുറച്ച് ടഫാണല്ലേ. മ നോക്കട്ടെ എല്ലാവരും എഴുതുന്നുണ്ടോന്ന്. മ, മലാന്ന് എഴുതുന്ന മ. ആ, വെരി ഗുഡ് മാനവ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാ മക്കളും സൂപ്പറാണേ. മുഹമ്മദ് റിഹാൻ എഴുതി, ധൻദേവ് എഴുതി, ആഫി എഴുതി, റിഷാൻ എഴുതിയോ? റിഷാനെ. ഓക്കെ, മുഹമ്മദ് സയാൻ എഴുതുന്നുണ്ട്. നിഹാര നിഹാൽ വീഡിയോ ഓൺ ചെയ്തേ മോനെ. മുഹമ്മദ് സയാൻ വെരി ഗുഡ്. റിസ്വാൻ എഴുതിയോ? റിസ്വാനെ. ആ, ഇവിടെ ഗായത്രി അനീഷ് എഴുതിയിട്ടുണ്ട്, സൂപ്പർ. നവോമി മാ എങ്ങനെ എഴുതുക അമ്മ? ഹർഷാൽ. ഓക്കെ, ആ, ഹർഷാലിന്റെ കുറച്ച് ക്ലിയർ കുറവുണ്ടല്ലോ. ഫാത്തിമ എം വെരി ഗുഡ്. ഋഷിദേവ് എഴുതിയിട്ടുണ്ട്, ഒരു കുഞ്ഞുമ അല്ലേ. ആ, എല്ലാ മക്കളും സൂപ്പറാണ്, എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത ഒരു അക്ഷരം പറയുന്നുണ്ട്. ല. ല, ല നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? എന്തേ റിഷാനെ, ഡൗട്ട് ഉണ്ടോ? ല, തവള നെടുന്നള്ള. ല ഇതാ പഠിച്ചില്ലേ ആരും? വെരി ഗുഡ് ധൻദേവ്. നെക്സ്റ്റ് ആഫിയ നല്ല നീറ്റ് എഴുതിയിട്ടുള്ള, വെരി ഗുഡ്. ഋഷിദേവ് പഠിച്ചില്ലേ? ഋഷിദേവേ ദാ ഇവിടെ എല്ലാരും എഴുതി. റിഹാൻ എഴുതി, റിഷാൻ എഴുതി. പഠിച്ചിട്ടില്ല? പഠിച്ചില്ല മോൻ. ആരൊക്കെയാണ് ആ പഠിക്കാത്തെ? ഗായത്രി അനീഷ് എഴുതി, ഹർഷാൻ എഴുതി, മാനവ് ഷൈജു എഴുതി. ഇഷിത പഠിച്ചില്ലേ? അപ്പോൾ ആ എന്ന് എഴുതി പഠിച്ച എല്ലാവരും. ആ, ഇവിടെ ജാനകി മനു നല്ല നീറ്റ് എഴുതിയിട്ടുണ്ട്. പഠിച്ചോ എല്ലാ മക്കളും? ഓക്കെ, അപ്പൊ എല്ലാരും അത് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ലാ വരെയായിരുന്നു പഠിച്ചത് അല്ലേ. പിന്നെ ണ എഴുതാൻ അറിയോ എല്ലാവർക്കും? ണ എഴുതി നോക്കിയേ. വീണ, അരണ എന്നൊക്കെ എഴുതുന്ന ണ. ആർക്കാ ഡൗട്ട് ഉള്ളത് ണ എഴുതാൻ? അപ്പൊ ലാ മിസ് ഒന്നുകൂടി പഠിപ്പിക്കാൻ ഋഷിദേവ് കേട്ടോ. ഓക്കെ, മറന്ന് പഠിക്കണം കേട്ടോ നിങ്ങള്, നല്ല മക്കളല്ലേ. ആ, ഇവിടെ ഇതുണ്ടോ, ഇതാ എല്ലാരും ണ എഴുതാൻ പഠിച്ചു. വെരി ഗുഡ്. ഋഷിദേവ് ണ എഴുതാൻ പഠിച്ചില്ല? വെരി ഗുഡ് റിഹാൻ.
സൂപ്പർ, എല്ലാരും ഒറ്റയ്ക്ക് എഴുതുന്നേ അല്ലേ? ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. എല്ലാരോടും കൂടിയാ പറഞ്ഞതേ. ഓ, അപ്പൊ നമുക്ക് ഇന്ന് പുതിയൊരു അക്ഷരം പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ അക്ഷരദീപം ബുക്കില് നെക്സ്റ്റ് എന്താ ഉള്ളത്? ചില്ലക്ഷരങ്ങളാണ് ഉള്ളത്. മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാ? മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ എന്ന് അറിയോ? മക്കൾക്കറിയോ ചില്ലക്ഷരങ്ങള് ഏതൊക്കെയാ മക്കളെ? ആർക്കറിയാം? ഇർ, ഇൻ, ഇൾ, ഇൻ, ഇൻ. ഇത്രയാണ് മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ. ഇർ, ഇൻ, ഇൽ, ഇൻ, ഇൾ. അപ്പൊ അതില് നമ്മ പഠിച്ച അക്ഷരങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ചിട്ടാണ്, അപ്പൊ എളുപ്പാണ്. എന്താണെന്നറിയോ? ഇർന്നാണ് എഴുതുന്നെങ്കിൽ എങ്ങനെ എഴുതണ്ടെന്നറിയോ? ഇവിടെ ശ്രദ്ധിക്കണേ എല്ലാവരും, സ്ലേറ്റിൽ എഴുതണേ. മിസ് എഴുതുമ്പോൾ നോക്കി എഴുതണേ മക്കള്. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് ഇർ എഴുതാം അല്ലെ? നമ്മൾ പഠിച്ച റാ എന്ന അക്ഷരം. ഓക്കെ, വെരി സിമ്പിൾ. നോക്കിക്കോ, റാ എന്ന അക്ഷരം ഇതല്ലേ റാ? എന്നിട്ട് അതിന്റെ ഉള്ളിലേ എടുത്ത് പുറത്തേക്ക് നീട്ടണം. കണ്ടോ? ഒന്നും പണിയില്ല. കണ്ടോ? നിങ്ങൾ റാ പഠിച്ചാന്ന് മക്കള്. എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറ്റണം. കണ്ടോ? ഒരു വര മുകളിലോട്ട്. അപ്പൊ ഇർ. ഇപ്പൊ മലയാളത്തിലെ ചില്ലക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ 5 എണ്ണാണ് ഉള്ളത്. ഇറാണ് ഫസ്റ്റ് എഴുതുന്നത് നമ്മള്. എന്തുകൊണ്ടാ? നമ്മള് റാ പഠിച്ചാണ് അല്ലേ? അപ്പൊ റാ എഴുതാൻ നമ്മൾ എല്ലാ മക്കളും പഠിച്ചിട്ടുണ്ട്, രായും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റിയാ മതി. ഓക്കെ, എഴുതിയോ മക്കളെല്ലാവരും? നോക്കിയ ആദ്യം റാ എഴുതി, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി. നമ്മ രാ എഴുതുമ്പോ ഇങ്ങനെ ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത്രയും വിളക്കാണ് നേരെ മേലോട്ട് എടുത്താൽ മതി. ഓക്കെ, പഠിച്ചോ? നമുക്ക് ഒന്നുകൂടി നോക്കാം. വെരി ഗുഡ് ജാനകി, മനു. പിന്നെ ആരൊക്കെയാ എഴുതിയത്? എഴുതിയോ? റാ നമ്മൾ പഠിച്ചതല്ലേ? വെരി ഗുഡ്. ഇവിടെ ഹർഷാൽ എഴുതി. നവോമി എഴുതിയോ? നവോമി, ഋഷിദേവ്, നിഹാര, നിഹാൽ, ഇഷിത എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ധൻദേവ് എഴുതി. വെരി ഗുഡ്. ആഫി എഴുതി. വെരി ഗുഡ്. ഗായത്രി അനീഷ് എഴുതി. വെരി ഗുഡ്. മുഹമ്മദ് റിഹാൻ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. റിഷാൻ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. മർവാൻ എഴുതി. വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് റിസ്വാൻ എഴുതിയിട്ടുണ്ട്. ലായും ഇറും എല്ലാം എഴുതിയിട്ടുണ്ട്. റിഹാനും എഴുതി. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എഴുതിയോ? അപ്പൊ ഇർ അല്ലെ? ഇർ എങ്ങനെയാ നമ്മൾ എഴുതിയത്? നമ്മൾ പഠിച്ച റാ അക്ഷരം എഴുതി, എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറ്റി അല്ലെ? നെക്സ്റ്റ് വൺ നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയോ? നമ്മൾ പഠിച്ചു തന്നെയാണ് അതും. എന്ത്? നെക്സ്റ്റ് നമ്മൾ രാ എന്ന അക്ഷര പഠിച്ചല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ താ പഠിച്ചില്ലേ? എങ്ങനെ താ എഴുതുക? ഒന്നെല്ലാവരും എഴുതി കാണിച്ചേ മിസ്സിനെ. ഇർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാൻ പോവേന്, ഇൽ എന്ന ചില്ലക്ഷരം. അപ്പൊ എങ്ങനെ താ എഴുതുക? കാണിച്ചേ നിഹാൽ, നിഹാര. താ. ഇതാ മാനവ എഴുതിട്ടെടുത്ത. അപ്പൊ മാനവ കണ്ടോ? ആ തായിന്ന് മുകളിലോട്ട് നീട്ടിയാ മതി. കണ്ടോ? ദാ നമ്മൾ താ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തായിന്ന് മുകളിലോട്ട്. അപ്പൊ ഏതാണ്? ഇൽ. റിഹാൻ എഴുതുന്നില്ലേ? റിഹാനെ മടുത്തോ? അപ്പൊ ആദ്യത്തെ ഇർ, നെക്സ്റ്റ് ഇൽ, രണ്ടെണ്ണം മതി അല്ലേ? താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ഇപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് ഒന്ന് എഴുതി കാണിച്ച എല്ലാവരും മിസ്സിനെ. താ എഴുതി മുകളിലോട്ട്. റിഹാനെ, അയ്യോ നല്ല മോനാവണ്ടേ, വേഗം എഴുത്. എല്ലാവരും എഴുതി കാണിച്ച മിസ്സിനെ. താ എഴുതിയിട്ട് മുകളിലോട്ട്. ഇനി സ്വന്തമായി ഒന്ന് എഴുതിയ ഇറും ഇല്ലും രണ്ടും എഴുതിയ മക്കള്. ഇർ, ഇൽ. കൊറേ പ്രാവശ്യം എഴുതിയ എല്ലാവരും. ഇതാ ഫാത്തിമയൊക്കെ കൊറേ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഹർഷാൽ എഴുതി. ധൻദേവ് എഴുതിയോ? നിഹാരി, നിഹാലും എഴുതുന്നുണ്ടോ?
റിഷാൻ, റിഹാൻ, റിസ്വാൻ, ഋഷിദേവ് എല്ലാ മക്കളും വേഗം എഴുതും. അപ്പൊ നമ്മൾ ഇന്ന് 2 ചില്ലക്ഷരങ്ങളിൽ 2 എണ്ണാണ് നമ്മൾ പഠിച്ചത്, ഇറും ഇല്ലും അല്ലെ. റാ എഴുതി മുകളിലോട്ട് കയറ്റിയ. ഓക്കെ, വെരി ഗുഡ് റിഹാൻ. ഇറായി. നെക്സ്റ്റ് താ എഴുതി മുകളിലോട്ടിട്ട് എന്തായി? ഇല്ല. അപ്പൊ എന്താ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ? എന്താ മാനവേ ഇത് നമ്മളിപ്പോ എഴുതിയ എന്താ? വെരി ഗുഡ്, സൂപ്പർ ആയി എഴുതിയിട്ടുണ്ട്. എന്താ ഇപ്പൊ നമ്മൾ പഠിക്കുന്നേ? ഇൽ. അത് ഏതക്ഷര? ചില്ലക്ഷരങ്ങൾ. എന്താണ്? അക്ഷരങ്ങൾ. അപ്പൊ നമ്മൾ ആ ഈ അതിൽ തുടങ്ങുന്ന ഏതക്ഷരാന്ന് അറിയോ മലയാളത്തില്? എന്താ അതിന് പേര്? സ്വരാക്ഷരങ്ങൾ. സ്വരങ്ങൾ അല്ലെ? സ്വരാക്ഷരങ്ങളാണ് ആ ഇ ഉ ഊ ഇർ എ ഐ ഒ ഓ ഔ അം അ. അത് സ്വരാക്ഷരങ്ങളാണ്. അത് കഴിഞ്ഞ് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ചില്ലക്ഷരങ്ങൾ അല്ലെ? ചില്ലക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചു. സ്വരാക്ഷരങ്ങൾ നമ്മൾ പറയാനേ പഠിച്ചുള്ളൂ അല്ലെ? എഴുതാൻ പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചില്ലക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇർ ഇൽ 2 അക്ഷരം നമ്മൾ ഇപ്പൊ എഴുതാൻ പഠിച്ചു. റാ എഴുതി മുകളിലോട്ട് കയറ്റിയ ഇറായി, ലാ എഴുതി മുകളിലോട്ട് കയറ്റിയ ഇല്ലുവായി. ഓക്കെ, എല്ലാവരും ഓർത്ത് വെക്കുവോ? അപ്പൊ നമ്മുടെ അക്ഷരദീപത്തിലെ ഇന്നത്തെ ഹോംവർക്ക് എന്താ? നമുക്ക് എന്താണ്? ഇർ എഴുതണം അല്ലെ? ഫസ്റ്റ് എഴുതണം ഇറും ഇല്ലും എഴുതണം. അപ്പൊ നാളത്തേക്ക് എല്ലാം 2 എഴുതണ്ട കേട്ടോ. അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾ എല്ലാം എഴുതിയാ മതി കേട്ടോ. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായി. മക്കളെല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം? ഒക്കെ എഴുതിയിട്ട് വരണം. നല്ല മക്കളായിട്ട് വായിച്ചിട്ടും വരണം. നമ്മൾ ഇന്ന് പഠിച്ച ഓ ഔ അതിൽ തുടങ്ങുന്ന വേർഡ്സ് ഒക്കെ വായിച്ചിട്ട് വരണം കേട്ടോ. നല്ല മക്കളല്ലേ? ഓക്കെ, ബൈ, സി യു. ബൈ ബൈ. എല്ലാവരും ഉറങ്ങിക്കോട്ടോ.